എല്ലാവർക്കും SSC RRB മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് RRB NTPC എക്സാംസിനും ഗ്രൂപ്പ് ഡി എക്സാംസിനും പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ബയോളജിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. As respiration through lungs is called pulmonary respiration, which type of respiration is done through skin? എന്താണ് ലങ്സ് വഴി റെസ്പിറേഷൻ നടത്തുന്നത്, ശ്വാസകോശം വഴി ശ്വസിക്കുന്നതിനെ പൾമണറി റെസ്പിറേഷൻ എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ സ്കിൻ, ത്വക്കിലൂടെ ശ്വസിക്കുന്നതിനെ എന്തെന്നാണ് പറയുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം എന്താണ് ശ്വസനം, റെസ്പിറേഷൻ നടക്കുന്നത് പല പല ഓർഗൻസിലൂടെ നടക്കാറുണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് തവള, അതുപോലെ തന്നെ ആംഫീബിയൻസൊക്കെ ലങ്സിലൂടെയും അതുപോലെ തന്നെ ചിലതിന് ഗിൽസ്, സ്കിന്നിലൂടെയൊക്കെ എന്താണ് റെസ്പിറേഷൻ സാധ്യമാവും. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എർത്തുവം, മണ്ണിര ശ്വസിക്കുന്നത് ഏത് ഓർഗനിലൂടെയാണ്? അതിൻ്റെ സ്കിന്നിലൂടെയാണ്. അപ്പം ലങ്സിലൂടെ റെസ്പിറേഷൻ നടക്കുന്നതിനെ നമ്മൾ എന്താണ് പറയുന്നത്? പൾമണറി റെസ്പിറേഷൻ എന്നാണ്. ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്, നോട്ട് ചെയ്ത് വെച്ചോണം. ലങ്സിലൂടെ റെസ്പിറേഷൻ നടത്തുന്നതിനെ പറയുന്ന പേരെന്താണ്? പൾമണറി റെസ്പിറേഷൻ. അങ്ങനെയെങ്കിൽ സ്കിന്നിലൂടെ നടക്കുന്ന റെസ്പിറേഷനെ വിളിക്കുന്ന പേരെന്താണെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സ്കിന്നിലൂടെ നടക്കുന്ന റെസ്പിറേഷനെ വിളിക്കുന്ന പേരെന്താണ്? ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ എന്നാണ്. നോട്ട് ചെയ്തോണം. സ്കിന്നിലൂടെ റെസ്പിറേഷൻ നടക്കുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരെന്താണ്? ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ എന്നാണ്. അപ്പം ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ നടത്തുന്ന ഓർഗനല്ല, ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ നടത്തുന്ന ഓർഗാനിസം താഴെ പറയുന്നവയിൽ ഏതാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട്. അതിൽ ഓപ്ഷനിൽ എർത്തുവമായിരുന്നു കറക്റ്റ് ആൻസർ. അപ്പം സ്കിന്നിലൂടെ ശ്വസിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ എന്ന് പറയുന്നത്. ലങ്സിലൂടെ ശ്വസിക്കുന്നതിനെ പൾമണറി റെസ്പിറേഷൻ എന്നാണ് പറയുന്നത്. ഇനിയും ഗിൽസ്, ചെകിളകളിലൂടെയൊക്കെ ശ്വസിക്കുന്ന മീനൊക്കെ ഇല്ലേ, അതൊക്കെ അതിൻ്റെ ഗിൽസിലൂടെയാണ് ശ്വസിക്കുന്നത്. അതിനെ ബ്രാങ്കിയൽ റെസ്പിറേഷൻ എന്നാണ് പറയുന്നത്. എന്താണ് പറയുന്നത്? ബ്രാങ്കിയൽ റെസ്പിറേഷൻ. അപ്പം നമ്മളിപ്പം പറഞ്ഞത് ഒന്നുകൂടെ നമുക്കൊന്ന് നോക്കാം. ശ്വാസകോശത്തിലൂടെ, ലങ്സിലൂടെ ശ്വസിക്കുന്നതിനെ എന്ത് പറയുന്നു? പൾമണറി റെസ്പിറേഷൻ എന്ന് പറയുന്നു. സ്കിന്നിലൂടെ ശ്വസിക്കുന്നതിനെ എന്താണ് പറയുന്നത്? ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ എന്നും. ഇനിയും ഗിൽസിലൂടെ ശ്വസിക്കുന്നതിനെ എന്താണ് പറയുന്നത്? ബ്രാങ്കിയൽ റെസ്പിറേഷൻ എന്നുമാണ് പറയുന്നത്. അപ്പം ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ നടത്തുന്നതിന് ഒരു എക്സാമ്പിൾ പറയാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് പറയും? എർത്തുവം ഒരു എക്സാമ്പിളാണ് ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ്റെ. ഈ പൾമണറി റെസ്പിറേഷനാണ് ചോദിക്കുന്നതെങ്കിലോ നമ്മൾ മനുഷ്യരതിൽ ഏത് ഓർഗനിലൂടെയാണ് ശ്വസിക്കുന്നത്? ലങ്സിലൂടെയല്ലേ. അപ്പോൾ അത് പൾമണറി റെസ്പിറേഷനാണ് അവിടെ നടക്കുന്നത്. ഫിഷൊക്കെ എങ്ങനെയാണ്? ഗിൽസിലൂടെയാണ്. അവിടെ ഏത് റെസ്പിറേഷനാണ്? ബ്രാങ്കിയൽ റെസ്പിറേഷനാണ്. മറക്കരുത്, നോട്ട് ചെയ്ത് വെച്ചോണം. Which technique is used to obtain large number of identical plants in a short span of time? അപ്പം ഏത് ടെക്നിക്ക് യൂസ് ചെയ്തിട്ടാണ് ഒരുപാട് നമ്പർ ഓഫ് ഐഡൻറ്റിക്കൽ പ്ലാന്റ്സ്, ഒരേപോലെ ഇരിക്കുന്ന ഒരുപാട് നമ്പർ ഓഫ് പ്ലാന്റ്സ് വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്നത്? ഏത് ടെക്നിക്ക് ഉപയോഗിച്ചിട്ടാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് ടെക്നിക്ക് ഉപയോഗിച്ചാണ് നമുക്കങ്ങനെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഒരുപാട് നമ്പർ ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള ഒരേപോലെ ഇരിക്കുന്ന പ്ലാന്റ്സ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നത്? ഏത് ടെക്നിക്ക് യൂസ് ചെയ്തിട്ടാണ്? അത് ടിഷ്യൂ കൾച്ചറാണ്. നോട്ട് ചെയ്തോണം. അപ്പം ടിഷ്യൂ കൾച്ചർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് ഒരുപാട് നമ്പർ ഓഫ് പ്ലാന്റ്സ്, ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള ഒരുപാട് നമ്പർ ഓഫ് പ്ലാന്റ്സ് ഉണ്ടാക്കിയെടുക്കുന്നത്. ആ ഐഡൻറ്റിക്കൽ എന്നുള്ള വാക്ക് നിങ്ങൾ അവിടെ ശ്രദ്ധിച്ചോണം. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഏത് ടെക്നിക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അങ്ങനെ കുറഞ്ഞ സമയം കൊണ്ട് ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള ഒരുപാട് പ്ലാന്റ്സ് ഉണ്ടാക്കിയെടുക്കാൻ യൂസ് ചെയ്യുന്ന ടെക്നിക്ക് ഏതാണ്? അത് ടിഷ്യൂ കൾച്ചറാണ്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രീവിയസ് ഇയറിൽ നല്ലപോലെ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമുണ്ട്. ഈ പ്ലാന്റ് ടിഷ്യൂ കൾച്ചറിൽ ഏത് ഭാഗമാണ് നമ്മൾ വൈറസ് ഫ്രീ പ്ലാന്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്? ഏത് ഭാഗമാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതാണ് ആ ഭാഗം? അത് മെരിസ്റ്റം ആണ്. അപ്പം മെരിസ്റ്റം ആണ് എന്ത്? നമ്മൾ ഈ ടിഷ്യൂ കൾച്ചറിൽ, പ്ലാന്റ് ടിഷ്യൂ കൾച്ചറിൽ വൈറസ് ഫ്രീ പ്ലാന്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് യൂസ് ചെയ്യുന്ന പ്ലാന്റ് പാർട്ട് ഏതാണ്? അത് മെരിസ്റ്റം ആണ്. എന്തുകൊണ്ടാണ് ഈ മെരിസ്റ്റം നമ്മൾ യൂസ് ചെയ്യുന്നത്? അവിടെ വളരെ പെട്ടെന്ന് എന്താണ് സെൽ ഡിവിഷൻ നടക്കും. അതുപോലെ തന്നെ വൈറസിന് എന്താണ് അങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യാൻ കഴിയില്ല. ഈ മെരിസ്റ്റം ആ റീജിയനിലേക്ക് വൈറസിന് മൈഗ്രേറ്റ് ചെയ്യാൻ കഴിയില്ല. അതുപോലെ തന്നെ മെരിസ്റ്റമിൽ എന്താണ് വളരെ റാപ്പിഡ് ആയിട്ടുള്ള സെൽ ഡിവിഷൻ, പെട്ടെന്ന് എന്താണ് സെൽ ഡിവിഷൻസ് നടക്കുകയും ചെയ്യും. അതുകൊണ്ട് പെട്ടെന്ന് അത് വളരുകയും ചെയ്യും. അതുപോലെ തന്നെ വൈറസിന് എന്താണ് അങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ നമ്മൾ എന്താണ് പറഞ്ഞത്? വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള ഒരുപാട് പ്ലാന്റ്സ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്ക് ഏതാണ്? അത് ടിഷ്യൂ കൾച്ചറാണ്. ഇനി ടിഷ്യൂ കൾച്ചറിൽ നമ്മൾ വൈറസ് ഫ്രീ പ്ലാന്റ് ഉണ്ടാക്കാനായിട്ട് ഒരു പ്ലാന്റിൻ്റെ ഏത് പാർട്ടാണ് യൂസ് ചെയ്യുന്നത്? അത് മെരിസ്റ്റം ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്, കുറേ തവണ ചോദിച്ചിട്ടുള്ള PYQ ആണ്. മെരിസ്റ്റം ആണ് നമ്മൾ വൈറസ് ഫ്രീ പ്ലാന്റ് ഉണ്ടാക്കാനായിട്ട് ടിഷ്യൂ കൾച്ചറിൽ യൂസ് ചെയ്യുന്ന പ്ലാന്റിൻ്റെ ഭാഗം. ഈ മെരിസ്റ്റം യൂസ് ചെയ്യാൻ എന്താണ് കാരണം? അവിടെ വളരെ പെട്ടെന്ന് എന്താണ് സെൽ ഡിവിഷൻസ് റാപ്പിഡായിട്ട് നടക്കും. അതുപോലെ തന്നെ വൈറസുകൾക്ക് എന്താണ് അങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യാൻ സാധിക്കില്ല. Which hormone is particularly high in fruits?
ഫ്രൂട്ട്സിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന പ്ലാന്റ് ഹോർമോൺ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സൈറ്റോകിനിൻ, ഗിബ്ബറലിൻ, അബ്സിസിക് ആസിഡ്, ഓക്സിൻ. ഏതാണ് ഫ്രൂട്ട്സിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഹോർമോൺ? അത് സൈറ്റോകിനിൻ ആണ്. അപ്പോൾ ഈ പ്ലാൻ ഹോർമോൺ എന്ന് പറയുന്നത്, പ്ലാൻ ഹോർമോൺസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് SSC RRB പോലുള്ള എക്സാംസിന്. അതുകൊണ്ട് നമ്മൾ ഉടനെ തന്നെ ഈ പ്ലാൻ ഹോർമോൺ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടൊരു ക്ലാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പം നിങ്ങൾ ഇത്രയും ഓർത്തിരിക്കുക, ഫ്രൂട്ട്സിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള ഹോർമോൺ, പ്ലാൻ ഹോർമോൺ ഏതാണ്? അത് സൈറ്റോകിനിൻ ആണ്. ഓർത്ത് വയ്ക്കുക. ഇനി നമുക്ക് ഓരോരോ ഓപ്ഷൻ നോക്കാം. ഈ സൈറ്റോകിനിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് അറിയാമോ? ഈ പ്ലാന്റിലെ സെൽ ഡിവിഷൻ റാപ്പിഡ് ആക്കുക, വളരെ വേഗത്തിൽ സെൽ ഡിവിഷൻ വളരെ വേഗത്തിലാക്കുക എന്നുള്ള ഫംഗ്ഷനാണ് എന്ത് സൈറ്റോകിനിൻ ചെയ്യുന്നത്. അപ്പം സെൽ ഡിവിഷൻ റാപ്പിഡ് ആക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണത്? അത് സൈറ്റോകിനിൻ ആണ്. അടുത്തത് ഗിബ്ബർലിൻ. ഗിബ്ബർലിൻ എന്ന് പറയുന്ന ഹോർമോണിന്റെ ഫംഗ്ഷൻ എന്താണ്? സ്റ്റെം എലോങ്ങേഷന് സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? അത് ഗിബ്ബറലിൻ ആണ്. സ്റ്റെം എലോങ്ങേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റെം ഇങ്ങനെ നീണ്ടു പോവില്ലേ, വളർന്ന് നീളം വെച്ച് വരില്ലേ, അപ്പം അതിന് സഹായിക്കുന്ന ഹോർമോണാണ്, സ്റ്റെം ഇലോങ്ങേഷന് സഹായിക്കുന്ന ഹോർമോണാണ് ഏത്? ഗിബ്ബറലിൻ. അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷനും എന്താണ് ഗിബ്ബറലിൻ ചെയ്യുന്നുണ്ട്? ജെർമിനേഷനും അതുപോലെ തന്നെ ഫ്ലവറിങ് ഓഫ് പ്ലാന്റ്സും. അപ്പം ഗിബ്ബറലിൻ എന്തിനൊക്കെ സഹായിക്കുന്നു? സ്റ്റെം ഇലോങ്ങേഷന് സഹായിക്കുന്നു, ജെർമിനേഷന് സഹായിക്കുന്നു, അതുപോലെ തന്നെ ഫ്ലവറിങ്ങിനും എന്താണ് സഹായിക്കുന്നു. മറക്കരുത്, നോട്ട് ചെയ്തോണം. അടുത്ത ഓപ്ഷൻ നോക്കി, അബ്സിസിക് ആസിഡ്. അബ്സിസിക് ആസിഡ് എന്ന് പറയുന്നത് ഒരു ഗ്രോത്ത് ഇൻഹിബിറ്റർ ആണ്. ഇത് എന്തിനു സഹായിക്കുന്നു? ഡോർമെൻസി, ഇൻഡ്യൂസ് ഡോർമെൻസി. അപ്പം ഇതൊരു PYQ ആയിരുന്നു. ഈ താഴെ പറയുന്നവയിൽ ഏത് ഹോർമോണാണ് ഡോർമെൻസി ഇൻഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നത്? എന്താണ് ഈ ഡോർമെൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇപ്പം ഒരു പ്ലാന്റിൻ്റെ ഗ്രോത്ത് സ്റ്റോപ്പ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഇപ്പം പ്ലാന്റ് ആയാലും മനുഷ്യനായാലും ഒക്കെ തന്നെ എന്താണ്, കുറച്ച് വളർന്ന് ഒരു പ്രായം എത്തുമ്പോൾ എന്താണ്, ഇതിൻ്റെ വളർച്ച നിൽക്കില്ലേ? അപ്പോൾ ആ വളർച്ച നിൽക്കുന്നതിനെയാണ് എന്ത് ഡോർമെൻസി എന്ന് പറയുന്നത്. അപ്പോൾ പ്ലാന്റിൻ്റെ ഡോർമെൻസി ഇൻഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ഏതാണ്? അബ്സിസിക് ആസിഡ്. പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളതാണ്. പ്ലാന്റിൻ്റെ വളർച്ച സ്റ്റോപ്പ് ചെയ്യാൻ സഹായിക്കുന്ന ഹോർമോൺ, പ്ലാന്റിൻ്റെ ഡോർമെൻസി ഇൻഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? അബ്സിസിക് ആസിഡ് ആണ്. അല്ലെങ്കിൽ ഗ്രോത്ത് ഇൻഹിബിറ്റർ ആയിട്ടുള്ള ഹോർമോൺ ഏതാണെന്ന് ചോദിച്ചാലും എന്ത് എഴുതിക്കോണം? അതും അബ്സിസിക് ആസിഡ് ആണ്. ഈ പോയിന്റ് എല്ലാം നോട്ട് ചെയ്ത് വെച്ചോണം, ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എന്തായാലും എന്താണ് ഈ പ്ലാൻ ഹോർമോൺ എന്നുള്ള ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യും. എന്നിരുന്നാലും നിങ്ങൾ ഈ പോയിന്റ് എല്ലാം എഴുതി വെച്ചോണം. ഗ്രോത്ത് ഇൻഹിബിറ്റർ ആയിട്ടുള്ള ഹോർമോൺ ഏതാണ്? അബ്സിസിക് ആസിഡ് ആണ്. അതുപോലെ തന്നെ ഡോർമെൻസി ഇൻഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ഏതാണ്? അതും അബ്സിസിക് ആസിഡ് ആണ്. അടുത്തത് ഓക്സിൻ. ഫസ്റ്റ് ഡിസ്കവേർഡ് പ്ലാൻ ഹോർമോൺ ആണ് ഏത്? ഓക്സിൻ എന്ന് പറയുന്നത് ആദ്യമായി കണ്ടുപിടിച്ച പ്ലാൻ ഹോർമോൺ ഏതാണ്? ഓക്സിൻ ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്, വന്നിട്ടുള്ള PYQ ആണ്. ഫസ്റ്റ് ഡിസ്കവേർഡ് പ്ലാൻ ഹോർമോൺ ഏതാണ്? അത് ഓക്സിൻ ആണ്. ഇനി ഓക്സിൻ കണ്ടുപിടിച്ചത് വളരെ പ്രശസ്തനായ ഒരു വ്യക്തിയാണ്. ആരാണെന്നറിയാമോ? ആരാണത്? അത് ചാൾസ് ഡാർവിൻ ആണ്. അപ്പം ഓക്സിൻ കണ്ടുപിടിച്ചത് ആരാണ്? ചാൾസ് ഡാർവിൻ ആണ്. ആദ്യമായി കണ്ടുപിടിച്ച പ്ലാൻ ഹോർമോൺ ഏതാണ്? അത് ഓക്സിൻ ആണ്. അപ്പം ഈ ഓക്സിൻ എന്തിനു സഹായിക്കുന്നു? പ്ലാന്റ് ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാൻ, പ്ലാന്റിൻ്റെ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാൻ സഹായിക്കുന്ന ഹോർമോണാണ് ഏത്? ഈ ഓക്സിൻ എന്ന് പറയുന്നത്. നമുക്കറിയാം, ഈ ചെടികളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ മാറ്റി വെച്ചാൽ, ഇപ്പോൾ ഒരു തണലുള്ള സ്ഥലത്തേക്ക് വെച്ചാലും ഇതിൻ്റെ ടിപ്പ് എങ്ങോട്ട് പോകും? സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്തേക്ക് ഇതിൻ്റെ ടിപ്പ് വളരും. നമ്മൾ കൊച്ചു ക്ലാസ്സുകളിലൊക്കെ എക്സ്പെരിമെൻ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളതാണ്. ഈ ചെടിയുടെ ടിപ്പ് മുകൾ ഭാഗം എന്താണ്, സൂര്യപ്രകാശം കിട്ടുന്നിടത്തേക്ക് വളർന്നു പോകും. അതിൻ്റെ കാരണം എന്താണ്? ഈ ഓക്സിനാണ്. ഈ പ്ലാന്റ് സൂര്യപ്രകാശം കിട്ടുന്നിടത്തേക്ക് വളർന്നു പോകാനുള്ള കാരണം ഏതാണ്? ഈ ഓക്സിൻ എന്ന് പറയുന്ന ഹോർമോണാണ്. അതും പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളതാണ്. പ്ലാന്റ്സ് സൂര്യപ്രകാശം കിട്ടുന്നിടത്തേക്ക് വളഞ്ഞു പോകാനുള്ള കാരണം ഏത് ഹോർമോണാണ്? അത് ഓക്സിനാണ്. അപ്പം ആദ്യമായി കണ്ടുപിടിച്ച പ്ലാന്റ് ഹോർമോൺ ഏതാണ്? ഓക്സിനാണ്. ആരാണ് ഓക്സിൻ കണ്ടുപിടിക്കുന്നത്? അത് ചാൾസ് ഡാർവിൻ ആണ്. ഓക്സിൻ പ്ലാന്റ് ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ പ്ലാന്റ്സ് ഒക്കെ സൂര്യപ്രകാശം കിട്ടുന്നിടത്തേക്ക് ലൈറ്റ് കിട്ടുന്നിടത്തേക്ക് പോകാനുള്ള കാരണം ഏത് ഹോർമോണാണ്? അത് ഓക്സിനാണ്. ഓർത്തു വെച്ചോണം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഓർഗൻസ് കൺവേർട്സ് ഗ്ലൈക്കോജൻ ഇൻറ്റു ഗ്ലൂക്കോസ് ആൻഡ് പ്യൂരിഫൈസ് ദ ബ്ലഡ്? താഴെ പറയുന്നവയിൽ ഏത് ഓർഗനാണ് ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ബ്ലഡ് പ്യൂരിഫൈ ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് ഓർഗനാണ്? നോട്ട് ചെയ്തോണം. അത് ലിവർ ആണ്. അപ്പം ലിവർ ആണ് എന്ത് ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ബ്ലഡ് പ്യൂരിഫൈ ചെയ്യുന്ന ഓർഗൻ ഏതാണ്? അത് ലിവർ ആണ്. ഇനി ഗ്ലൈക്കോജൻ ബ്രേക്ക് ഡൗൺ ചെയ്ത് ഗ്ലൂക്കോസ് ആയിട്ട് മാറുന്ന പ്രോസസ്സിന് ഒരു പേര് പറയും. എന്താണെന്നറിയാമോ അത്? ഗ്ലൈക്കോജൻ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ഗ്ലൂക്കോസ് ആയി മാറുന്ന അല്ലെങ്കിൽ ഗ്ലൂക്കോസ് ആവുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണെന്ത്? ഗ്ലൈക്കോജനോളിസിസ്. അപ്പം എന്താണ് ഗ്ലൈക്കോജൻ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ഗ്ലൂക്കോസ് ആവുന്ന പ്രോസസ്സിനെ പറയുന്ന പേരെന്താണ്? ഗ്ലൈക്കോജനോളിസിസ്. അപ്പം ഗ്ലൈക്കോജനോളിസിസിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹോർമോൺ ഉണ്ട്. ഏതാണത്? അത് എപ്പിനെഫ്രിൻ ആണ്. എപ്പിനെഫ്രിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അഡ്രിനാലിൻ തന്നെയാണ്. അപ്പം ഗ്ലൈക്കോജനോളിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്ലൈക്കോജൻ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ഗ്ലൂക്കോസ് ആവുന്ന പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്? ഗ്ലൈക്കോജനോളിസിസ് എന്ന് പറയുന്നത്.
ഇപ്പം നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞ എന്താണ്, ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ബ്ലഡ് പ്യൂരിഫൈ ചെയ്യുന്ന ഓർഗൻ ഏതാണെന്നാണ് ചോദിച്ചത്. അതിൻ്റെ ഉത്തരം ഏതാണ്? അത് ലിവറാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഓർത്ത് വെച്ചോണം, ഗ്ലൈക്കോജൻ ബ്രേക്ക് ഡൗൺ ചെയ്ത് ഗ്ലൂക്കോസ് ആവുന്ന പ്രോസസ്സ് എന്താണ്? ഗ്ലൈക്കോജനോളിസിസ് ആണ്. ഇനി തിരിച്ച് ഗ്ലൂക്കോസ് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ഗ്ലൈക്കോജൻ ആകുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. അതിൻ്റെ പേരെന്താണെന്ന് അറിയാമോ? അത് ഗ്ലൈക്കോജെനിസിസ് ആണ്. രണ്ടും തമ്മിൽ കൺഫ്യൂസ് ചെയ്തിട്ട് മാറിപ്പോകരുത്. ഗ്ലൂക്കോസ് ബ്രേക്ക് ഡൗൺ ചെയ്ത് ഗ്ലൈക്കോജൻ ആകുന്ന പ്രോസസ്സ് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഗ്ലൈക്കോജൻ ആണെങ്കിൽ എന്താണ് ആ പ്രോസസ്സ്? ഗ്ലൈക്കോജെനിസിസ് ആണ്. അപ്പം ഗ്ലൂക്കോസ് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ഗ്ലൈക്കോജനായിട്ട് മാറുന്ന പ്രോസസ്സ് ഏതാണ്? ഗ്ലൈക്കോജെനിസിസ് ആണ്. ഇനി ഗ്ലൈക്കോജൻ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ഗ്ലൂക്കോസ് ആവുന്ന പ്രോസസ്സ് ഏതാണ്? ഗ്ലൈക്കോജനോളിസിസ് ആണ്. ഗ്ലൈക്കോജനോളിസിസ് ആണ്. മറക്കരുത്, നോട്ട് ചെയ്തോണം. അപ്പം നമുക്ക് ഈ പറഞ്ഞതെല്ലാം ഒന്നുകൂടെ നോക്കാം. ഏത് ഓർഗനാണ് ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസായിട്ട് കൺവേർട്ട് ചെയ്യുകയും അതുപോലെ തന്നെ ബ്ലഡ് പ്യൂരിഫൈ ചെയ്യാൻ സഹായിക്കുകയും ചെയ്യുന്നത്? അത് ലിവറാണ്. മറക്കരുത്, നോട്ട് ചെയ്തോണം. ഇനി നമ്മൾ പറഞ്ഞു, ഗ്ലൈക്കോജൻ ഗ്ലൂക്കോസായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരെന്താണ്? ഗ്ലൈക്കോജൻ ഗ്ലൂക്കോസായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് എന്ത്? ഗ്ലൈക്കോജനോളിസിസ്. മറക്കരുത്, ഗ്ലൈക്കോജനോളിസിസ്. അപ്പം ഗ്ലൈക്കോജനോളിസിസിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് എപ്പിനെഫ്രിൻ അഥവാ അഡ്രിനാലിൻ. അതും ഇമ്പോർട്ടൻ്റ് ആണ്, മറക്കരുത്. ഇനി തിരിച്ച് ഈ ഗ്ലൂക്കോസ് ഗ്ലൈക്കോജനായിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരെന്താണ്? ഗ്ലൈക്കോജെനിസിസ് എന്നാണ്. രണ്ടും തമ്മിൽ മാറിപ്പോകരുത്, നോട്ട് ചെയ്തോണം. വിച്ച് പാർട്ട് ഓഫ് ദ ഹ്യൂമൻ ലങ്സ് പ്രൊവൈഡ് സർഫസ് ഫോർ ദ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്? നമ്മുടെ ശ്വാസകോശത്തിലെ ഏത് ഭാഗമാണ് ഗ്യാഷ്യസ് എക്സ്ചേഞ്ചിന് വേണ്ട സർഫസ് പ്രൊവൈഡ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതേതാണ്? അത് ആൽവിയോളയാണ്. അപ്പം ആൽവിയോളയാണ് ഗ്യാഷ്യസ് എക്സ്ചേഞ്ചിന് വേണ്ടി, നമ്മുടെ ലങ്സിൽ ഗ്യാഷ്യസ് എക്സ്ചേഞ്ചിന് വേണ്ടിയുള്ള സർഫസ് പ്രൊവൈഡ് ചെയ്യുന്ന ഭാഗം ഏതാണ്? അത് ആൽവിയോളയാണ്. നമ്മൾ ബാക്കി ഓപ്ഷൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ റെസ്പിറേറ്ററി സിസ്റ്റം ഫുള്ള് ഡിസ്കസ് ചെയ്യണം. അത് നമുക്കൊരു ക്ലാസ് ആയിട്ട് തന്നെ ചെയ്യാവുന്നതാണ്. നമ്മൾ ഉടനെ തന്നെ റെസ്പിറേറ്ററി സിസ്റ്റവും സർക്കുലേറ്ററി സിസ്റ്റവും ഡൈജസ്റ്റീവ് സിസ്റ്റവും എല്ലാം നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇപ്പം നിങ്ങൾ ഇത്രയും ഓർത്തിരിക്കുക, നമ്മുടെ ഹ്യൂമൻ ലങ്സിൽ മനുഷ്യൻ്റെ ശ്വാസകോശത്തിലെ ഏത് ഭാഗമാണെന്ത് ഗ്യാഷ്യസ് എക്സ്ചേഞ്ചിന് വേണ്ട സർഫസ് പ്രൊവൈഡ് ചെയ്യുന്നത്? പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ നിങ്ങളിത് പഠിച്ചു വെക്കണം, നോട്ട് ചെയ്ത് വെച്ചോണം. ഹ്യൂമൻ ലങ്സിൽ ഗ്യാഷ്യസ് എക്സ്ചേഞ്ചിന് വേണ്ട സർഫസ് പ്രൊവൈഡ് ചെയ്യുന്ന ഭാഗം ഏതാണ്? അത് ആൽവിയോളയാണ്. നമ്മൾ ഈ റെസ്പിറേറ്ററി സിസ്റ്റവും സർക്കുലേറ്ററി സിസ്റ്റവും ഡൈജസ്റ്റീവ് സിസ്റ്റവും എല്ലാം നെർവസ് സിസ്റ്റവും എല്ലാം എന്താണ്, നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഓരോരോ ക്ലാസ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇപ്പം നിങ്ങൾ ഇത്രയും ഓർത്ത് വെക്കുക, ഹ്യൂമൻ ലങ്സിൽ ഗ്യാഷ്യസ് എക്സ്ചേഞ്ചിന് വേണ്ട സർഫസ് പ്രൊവൈഡ് ചെയ്യുന്ന ഭാഗം ഏതാണ്? അത് ആൽവിയോളയാണ്. Which of the following is an element which is commonly present in the leafy vegetables? ഇലക്കറികളിൽ ധാരാളമായി കണ്ടുവരുന്ന എലമെന്റ് താഴെ പറയുന്നവയിൽ ഏതാണ്? ഹൈഡ്രജൻ, സോഡിയം, കാൽസ്യം, അയൺ. ഏതാണ്? ലീഫി വെജിറ്റബിൾസിൽ ധാരാളമായി കോമൺലി കണ്ടുവരുന്ന ആ ഒരു എലമെന്റ് ഏതാണ്? അത് അയൺ ആണ്. നോട്ട് ചെയ്തോണം. ലീഫി വെജിറ്റബിൾസിൽ ധാരാളമായി കണ്ടുവരുന്ന എലമെന്റ് ഏതാണ്? അത് അയൺ ആണ്. ഇനിയും ഞാൻ ഈ ലീഫി വെജിറ്റബിൾസ് വന്നുകൊണ്ട് ചോദിക്കുകയാണ്, ലീഫി വെജിറ്റബിൾസിൽ ഒരു വൈറ്റമിൻ അധികമായിട്ട് നല്ലപോലെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ വൈറ്റമിൻസും ഡെഫിഷ്യൻസി ഡിസീസസും പഠിച്ച സമയത്ത് പറഞ്ഞതാണ്. ഈ ഒരു വൈറ്റമിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടാകുമ്പോൾ നമ്മൾ ധാരാളമായി കഴിക്കേണ്ടത് ലീഫി വെജിറ്റബിൾസ് ആണെന്ന് പറഞ്ഞിരുന്നു. ആ വൈറ്റമിൻ ഏതാണ്? അപ്പോൾ ഇത് നിങ്ങൾക്കുള്ള ചോദ്യമാണ്. ഇതിൻ്റെ ഉത്തരം നിങ്ങൾ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. അപ്പം ലീഫി വെജിറ്റബിൾസിൽ ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ഏതാണ്? അതിൻ്റെ കെമിക്കൽ നെയിം എന്താണ്? അതിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടുവരുന്ന ഡിസീസസ് ഏതൊക്കെയാണ്? അപ്പോൾ ഈ 3 ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ പറഞ്ഞത് എന്താണ്? ലീഫി വെജിറ്റബിൾസിൽ കോമൺലി കാണുന്ന ആ ഒരു എലമെൻ്റ് ഏതാണ്? അത് അയൺ ആണ്. നിങ്ങൾക്കുള്ള ചോദ്യം എന്താണ്? ലീഫി വെജിറ്റബിൾസിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള വൈറ്റമിൻ ഏതാണ്? ആ വൈറ്റമിൻ്റെ കെമിക്കൽ നെയിം എന്താണ്? അതുപോലെ തന്നെ ആ വൈറ്റമിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? നെയിം ദ ടൈപ്പ് ഓഫ് ഗ്രാസ് ദാറ്റ് ഈസ് ഗ്രോൺ തിക്കർ ആൻഡ് ടോളർ. ഇതെല്ലാവർക്കും അറിയാവുന്ന ഒരു ചോദ്യമായിരിക്കും. എന്താണ്? വളരെ തിക്കായിട്ടും അതുപോലെ തന്നെ വളരെ ടോളായിട്ടും വളരെ നീളത്തിലും വളർന്നു പോകുന്ന ഗ്രാസ് പുല്ലുവർഗ്ഗത്തിൽപ്പെട്ട ചെടി ഏതാണ്? അറിയാമല്ലോ, ബാമ്പു, മുളയാണ്. അപ്പം മുള എന്ന് പറയുന്നത് പുല്ലുവർഗ്ഗത്തിൽപ്പെട്ട ഒരു ചെടിയാണെന്ന് നമുക്കറിയാം. ഗ്രാസ് ഫാമിലിയിൽപ്പെട്ട ഒരു ചെടിയാണ് ഇത് മുള എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ അറിയാം, നമ്മൾ കണ്ടിട്ടുള്ളതാണ് മുള. ഏറ്റവും അല്ലെങ്കിൽ നല്ല ഉയരത്തിലും അതുപോലെ തന്നെ നല്ല തിക്കായിട്ടും വളരുന്ന ഗ്രാസ് ഏതാണ്? അത് കോണുമല്ല വീറ്റുമല്ല നമുക്കറിയാം. ഏതാണത്? അത് ബാമ്പു ആണ്, മുളയാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡു നോട്ട് പ്രൊവൈഡ് എനർജി ഫോർ ദ ഹ്യൂമൻ ബോഡി? ഇത് വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് PYQയിൽ ഒരുപാട് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. താഴെ പറയുന്നവയിൽ ഏതാണ് ഹ്യൂമൻ ബോഡിക്ക് എനർജി പ്രൊവൈഡ് ചെയ്യാത്തത്? വൈറ്റമിൻസ്, ഫാറ്റ്സ്, പ്രോട്ടീൻസ്, കാർബോഹൈഡ്രേറ്റ്സ്. ഏതാണ് ഇതിൻ്റെ ഉത്തരം? അത് വൈറ്റമിൻസ് ആണ്. അപ്പം വൈറ്റമിൻസും മിനറൽസും എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമായിട്ട് വേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അത്
ചെറിയ അളവിൽ മതി. മാത്രമല്ല അതെന്താണ് നമുക്ക് എനർജി ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല. നമ്മുടെ കറക്റ്റ് ഗ്രോത്തിനും അതുപോലെ തന്നെ കറക്റ്റ് ഫംഗ്ഷനിങ്ങിന് ശരീരത്തിൻ്റെ ഓർഗൻസിൻ്റെയൊക്കെ ഫംഗ്ഷനിങ്ങിന് വേണ്ടി അത്യാവശ്യമായ ഘടകങ്ങളാണ് ഏത് വൈറ്റമിൻസും മിനറൽസും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ബാക്കിയുള്ളതുപോലെയൊന്നും അത് വളരെ വലിയ അളവിൽ വേണ്ട ആവശ്യവുമില്ല. വളരെ ചെറിയ അളവിൽ മാത്രം മതി എന്ത് വൈറ്റമിൻസും മിനറൽസും. മാത്രമല്ല ഇത് നമുക്ക് എനർജി ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഫാറ്റ്സ് ആയാലും പ്രോട്ടീൻസ് ആയാലും കാർബോഹൈഡ്രേറ്റ്സ് ആയാലും എന്താണ് നമ്മുടെ ശരീരത്തിന് അത്യാവശ്യം നല്ല അളവിൽ തന്നെ വേണ്ട കാര്യങ്ങളാണ്. മാത്രമല്ല അത് നമുക്ക് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നു, നമ്മുടെ ഡെയിലി നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ട ഊർജ്ജം എനർജി പ്രൊവൈഡ് ചെയ്യുന്നു. എന്തൊക്കെ ഫാറ്റ്സ് ആയാലും പ്രോട്ടീൻസ് ആയാലും അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ്സ് ആയാലും എന്താണ് നമുക്ക് എനർജി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ വൈറ്റമിൻസും മിനറൽസും നമുക്ക് എനർജി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? ഇല്ല. പക്ഷേ അത് നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമാണോ? ആണ്. ഈ പ്രോട്ടീൻസും ഫാറ്റ്സും വൈറ്റമിൻസും പ്രോട്ടീൻസും ഫാറ്റ്സും കാർബോഹൈഡ്രേറ്റ്സും ഒന്നും വേണ്ട അത്ര അളവിൽ എന്താണ് നമുക്ക് വൈറ്റമിൻസും മിനറൽസും വേണ്ട. വളരെ ചെറിയ അളവിൽ മതി. പക്ഷേ അത് നമ്മുടെ ശരീരത്തിന് വളരെ അത്യാവശ്യമാണ്. അത് നമുക്ക് എനർജി ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഇത്രയും നിങ്ങൾ ഓർത്തിരുന്നോണം. നമ്മുടെ ശരീരത്തിന് എനർജി പ്രൊവൈഡ് ചെയ്യാത്തത് ഏതാണ്? വൈറ്റമിൻസ് ഉണ്ട്, അതുപോലെ തന്നെ മിനറൽസും ഉണ്ട്. അടുത്ത ചോദ്യം നോക്കിയേ. ലെമൺ ജ്യൂസ് ഈസ് ഡാഷ് ഇൻ നേച്ചർ. ലെമൺ ജ്യൂസ് എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ലെമൺ ജ്യൂസിൽ ഏത് നേച്ചറാണ് ലെമൺ ജ്യൂസിനെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബേസിക് ആണോ, അസിഡിക് ആണോ, ന്യൂട്രൽ ആണോ, അതോ ഈ പറഞ്ഞവയൊന്നുമല്ലേ? നമുക്കറിയാം ലെമണിൽ പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന ആസിഡ് ഏതാണ്? സിട്രിക് ആസിഡ് ആണ്. നമ്മളിപ്പോൾ തന്നെ ഓൾറെഡി അതിൻ്റെ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. ആസിഡല്ലേ ലെമണിൽ അടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ നേച്ചർ എങ്ങനെയായിരിക്കും, അതിൻ്റെ സ്വഭാവം എങ്ങനെയായിരിക്കും? അസിഡിക് നേച്ചർ ആയിരിക്കും. അപ്പം ലെമൺ ജ്യൂസിൻ്റെ നേച്ചർ എന്താണ്? അസിഡിക് ആണ്. ലെമണിൽ പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ലെമണിൽ നാരങ്ങയിൽ അടങ്ങിയിരിക്കുന്ന ആ ഒരു ആസിഡ് ഏതാണ്? അത് സിട്രിക് ആസിഡ് ആണ്. മറക്കരുത്, നാരങ്ങയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് സിട്രിക് ആസിഡ് ആണ്. ലെമൺ ജ്യൂസ് അതുകൊണ്ട് തന്നെ എന്താണ്? അസിഡിക് നേച്ചർ ആണ്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് വിച്ച് വൈറ്റമിൻ ലിവർ പ്രൊഡ്യൂസസ് പ്രോട്ടീൻസ് ദാറ്റ് ഹെൽപ്പ് ഇൻ ബ്ലഡ് ക്ലോട്ടിംഗ്. അപ്പം ഏത് വൈറ്റമിൻ്റെ സഹായത്തോടു കൂടിയാണ് ലിവർ ചില പ്രോട്ടീൻസ്, ബ്ലഡ് ക്ലോട്ടിങ്ങിന് സഹായകമായ ചില പ്രോട്ടീൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട് ലിവറിൻ്റെ കാര്യത്തിൽ. എന്താണ്? ബ്ലഡ് ക്ലോട്ടിങ്ങിന്, അതായത് കൊയാഗുലേഷൻ ഫാക്ടേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓർഗനിൽ മുൻപന്തിയിലുള്ള ഒരു ഓർഗനാണ് ഏത്? ലിവർ എന്ന് പറയുന്നത്. അത് ഓർത്തിരുന്നോണം. PYQ വന്നിട്ടുള്ളതാണ്. ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ സഹായിക്കുന്ന ചില ഫാക്ടേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഓർഗൻ ഏതാണെന്ന് ചോദിച്ച് കുറേ ഓർഗൻസ് താഴെ തരാം. ഏതാണ് ഉത്തരം? അത് ലിവറാണ്. അപ്പോൾ ഓർത്തിരുന്നോണം. ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ സഹായിക്കുന്ന ഫാക്ടേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓർഗൻസിൽ മുമ്പിൽ നിൽക്കുന്നത് ആരാണ്? അത് ലിവറാണ്. ഇവിടുത്തെ ചോദ്യം എന്താണ്? ലിവർ ചില പ്രോട്ടീൻസ്, നമ്മുടെ ബ്ലഡ് ക്ലോട്ടിങ്ങിന് സഹായകമായ ചില പ്രോട്ടീൻസ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പം അത് ഏത് വൈറ്റമിൻ്റെ സഹായത്തോടു കൂടിയാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതായിരിക്കും? നമ്മളെ ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ സഹായിക്കുന്ന വൈറ്റമിൻ ഏതാണ്? നമ്മൾ പഠിച്ചതല്ലേ. ബ്ലഡ് ക്ലോട്ടിങ്ങിന് സഹായിക്കുന്ന വൈറ്റമിൻ ഏതാണ്? അത് വൈറ്റമിൻ കെ ആണ്. നോട്ട് ചെയ്തോണം. ബ്ലഡ് ക്ലോട്ടിങ്ങിന് സഹായിക്കുന്ന വൈറ്റമിൻ ഏതാണ്? അത് വൈറ്റമിൻ കെ ആണ്. ഇനി ബ്ലഡ് ക്ലോട്ടിങ്ങിന് സഹായിക്കുന്ന എലിമെൻ്റ് ഏതാണ്? അത് കാൽസ്യമാണ്. ബ്ലഡ് ക്ലോട്ടിങ്ങിന് സഹായിക്കുന്ന എലിമെൻ്റ് ഏതാണ്? കാൽസ്യമാണ്. ബ്ലഡ് ക്ലോട്ടിങ്ങിന് സഹായിക്കുന്ന വൈറ്റമിൻ ഏതാണ്? അത് വൈറ്റമിൻ കെ ആണ്. ഈ വൈറ്റമിൻ കെയുടെ കെമിക്കൽ നെയിം എന്താണ്? നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. വൈറ്റമിൻസ് ആൻഡ് ഡെഫിഷ്യൻസി ഡിസീസസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്തതാണ്. അതിൽ നമ്മൾ പറഞ്ഞതാണ് വൈറ്റമിൻ കെയുടെ കെമിക്കൽ നെയിം എന്താണ്? അത് ഫില്ലോക്വിനോൺ ആണ്. വൈറ്റമിൻ കെയുടെ കെമിക്കൽ നെയിം ഫില്ലോക്വിനോൺ ആണ്. വൈറ്റമിൻ സിയുടെ കെമിക്കൽ നെയിം എന്താണ്? അത് അസ്കോർബിക് ആസിഡ് എന്നാണ്. വൈറ്റമിൻ സി കെമിക്കൽ നെയിം എന്താണ്? അസ്കോർബിക് ആസിഡ്. ഇനി നിങ്ങൾക്കുള്ള അടുത്തൊരു ചോദ്യമാണ് വൈറ്റമിൻ B12. അതിൻ്റെ കെമിക്കൽ നെയിം എന്താണ്? വൈറ്റമിൻ B12ൻ്റെ കെമിക്കൽ നെയിം എന്താണ്? അറിയാവുന്നവർ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ PYQ സീരീസിൻ്റെ ഈ ഒരു സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. SSCക്കും അറാബിക്കും ഒക്കെ തയ്യാറെടുക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോയും അതുപോലെ തന്നെ ഈ ചാനലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് അടുത്തൊരു ടോപ്പിക്കുമായി പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം.